ഓഫർ തട്ടിപ്പ് കേസിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി ലാലി വിൻസെന്റ്. പുതിയ അക്കൗണ്ട് തുറക്കാൻ അനുമതി തേടും. പഴയ അക്കൗണ്ടുകൾ ഇഡി മരവിപ്പിച്ചിരുന്നു. മുസ്തഫ, എന്താണ് ഇതിന്റെ വിവരങ്ങൾ? ഷാദി, ഈ ഓഫർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലാലി വിൻസെന്റിന്റെ 3 അക്കൗണ്ടുകൾ ഇഡി മരവിപ്പിച്ചിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റു ട്രാൻസാക്ഷനുകളോ ഇടപാടുകളോ നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ലാലി വിൻസെന്റ് ഒരുങ്ങുന്നത്. പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ദൈനംദിന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി നേരിടുന്നു. സ്വാഭാവികമായും അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു അക്കൗണ്ട് തുടങ്ങാൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ്, ഒരുപക്ഷെ നാളെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും നേരത്തെ ഇഡി മരവിപ്പിച്ച അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയില്ല. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, കക്ഷികൾ ഏത് തരത്തിൽ പണം ഉണ്ടാക്കുന്നത് ഉൾപ്പെടെയുള്ളത് തൻ്റെ കൺസേൺ അല്ല. പക്ഷേ തനിക്ക് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ടും അതല്ലാതെ മറ്റു ദൈനംദിന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തൻ്റെ ഒപ്പമുള്ള അഭിഭാഷകർ ഉൾപ്പെടെ പണം നൽകുന്നതിനുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു അക്കൗണ്ട് അടിയന്തരമായി വേണം. അതുകൊണ്ട് ഒരു അക്കൗണ്ട് തുറക്കാൻ ഹൈക്കോടതിയുടെ കൂടി അനുമതിയോടുകൂടി അത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കാനാണ്. നേരത്തെ 3 അക്കൗണ്ടുകളാണ് ഇഡി മരവിപ്പിച്ചത്. ഈ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഇഡിയുടെ ഒരു പ്രാഥമിക പരിശോധനയിൽ ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ആ അക്കൗണ്ടും അതിലുള്ള പണവും ഇഡി മരവിപ്പിച്ചിരുന്നു. എന്തായാലും ആ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കൺസേൺ ഉള്ളതായി അതിപ്പോൾ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലാണ്. ഇപ്പോൾ അത് പറയാനും കഴിയില്ല. എന്തായാലും പുതിയൊരു അക്കൗണ്ട് ഇടപാടുകൾക്ക് വേണ്ടി തുറക്കാനാണ് ലാലി വിൻസെന്റ് ഹൈക്കോടതിയെ സമീപിക്കുക എന്ന് അവർ പറയുന്നു.